നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യേണ്ട റീഡിങ്സ് ആണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ. കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, അത് നിങ്ങൾ തന്നെയാണ് കണക്റ്റ് ചെയ്തെടുക്കേണ്ടത്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും അഫർമേഷൻസ് എഴുതുക. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ, അത് ബന്ധങ്ങളായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ പരമാവുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എന്ത് കാര്യമായാലും നിങ്ങൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. 100% നിങ്ങളുടെ ജീവിതം മാറും. അഫർമേഷൻസ് മീൻസ് മാനിഫെസ്റ്റേഷൻ ആണ്. അത് എഴുതുന്നതനുസരിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഏറ്റവും പവർഫുള്ളായിട്ട് കണക്റ്റഡ് ആകുകയും നിങ്ങളുടെ ചിന്തകളിൽ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നിങ്ങളിലേക്ക് എത്ര അകന്ന് നിൽക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എത്രത്തോളം നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യമായിക്കോട്ടെ, അത് നിങ്ങൾക്ക് സാധ്യമായി തീരും. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക. നിങ്ങളത് വിട്ട് കളയരുത്. ഒരു മാസം എത്ര രൂപ വരുമാനം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടേതായ കാര്യങ്ങൾക്കായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യങ്ങൾക്കായിക്കോട്ടെ, അവരുടെയൊക്കെ ക്യാരക്ടറിൻ്റെ ചേഞ്ചിങ്, വിദ്യാഭ്യാസം, കരിയർ, വിവാഹം, ഹെൽത്ത്, വെൽത്ത്, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഭംഗിയായിട്ട് അഫർമേഷൻസുകൾ എഴുതാം. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് സമയത്തെയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു അഫർമേഷൻ വളരെ സഹായകരമായിരിക്കും. നമ്മുടെ നെഗറ്റിവിറ്റി, ശത്രുദോഷം എല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. മണി അഫർമേഷൻസ് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ഒക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ദിവസവും ഒരു 108 തവണയോ 21 പ്രാവശ്യമോ ഒക്കെ നിങ്ങളതൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവിതം മാറിയും എന്നുള്ളതിന് ഒരു സംശയമില്ല. നമ്മൾ കുറേ കാലം കൊണ്ട് കർമ്മ എനർജിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ പോകുന്നവരാണ്. 1, 2, 3 ദിവസം കൊണ്ട് എല്ലാം സാധ്യമാകണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മളിലൊരു ഹീലിംഗ് ഒക്കെ നടന്ന് നമ്മൾ കാര്യങ്ങളെയൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവായ സിറ്റുവേഷൻസൊക്കെ ഒന്ന് മൂവിങ് ചെയ്ത് മാറി, നമ്മളിൽ നിന്നൊന്ന് വിട്ടുമാറി നമ്മളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വന്നു ചേരുകയാണ് ചെയ്യുന്നത് കേട്ടോ. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കണം. കറൻറ്റ് സമയം, ബ്ലോക്കേജ്, ശത്രുദോഷങ്ങൾ, അതുപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണോ, അത് ആക്ഷൻ എടുക്കുന്നതിൽ കാര്യമുണ്ടോ, അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കുകയും അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർ മാത്രം ഒന്ന് എടുത്തു നോക്കുക, കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുക. അല്ലാത്തവർ ജനറൽ റീഡിങ്സിനെ ഫോളോ ചെയ്താലും മതി കേട്ടോ. അതുപോലെ നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജിയാണ് കേട്ടോ. വളരെയധികം ആലോചിക്കേണ്ട, വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട, കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെയൊക്കെ ഒന്ന് കാണേണ്ട എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിൽ നല്ല ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തമാകുന്ന ഒരു തിരിച്ചറിവ്, പക്വത, ഇതെല്ലാം നിങ്ങളിൽ ഉണ്ടാവണം. അതായത് നമ്മൾ എന്താണോ, നമ്മൾ പുറമേ ഒരു നിങ്ങളൊരു ചൈൽഡിഷ് എനർജിയിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും മാറി വളരെ മെച്യൂരിറ്റിയോട് കൂടി തന്നെ ഇന്നത്തെ ദിവസത്തെ കാണണം. അതുപോലെ തന്നെ ഒരു ദീർഘവീക്ഷണം വേണം. അതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം. ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങളിലും എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പോകണമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അതൊരു മസ്കുലൻ എനർജിയിലാണെങ്കിൽ നിങ്ങൾ ഒരു ഫെമിനിയൻ എനർജി ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു പക്ഷേ സ്നേഹത്തോടു കൂടി, എന്നാൽ ഉള്ളിലൊരു ചെറിയ വൈരാഗ്യത്തോടു കൂടി നിങ്ങളിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ ഫോക്കസിങ് ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജിനെ മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ചില തിരിച്ചറിവുകളുടെ അല്ലെങ്കിൽ ചില മനസ്സിലാക്കലുകളുടെ ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നേരെ ശത്രുഭാവത്തിലെ
ട്രാപ്പിൽ നിർത്തുന്ന, നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജ് വരുത്തുന്നത് ഏത് സാഹചര്യമാണ് എന്നുള്ളത് നിങ്ങൾക്കിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. കുറച്ച് ആളുകൾക്ക് ഇന്നൊരു ട്രാവലിങ്ങിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതും നിങ്ങൾക്കൊരു ട്രാപ്പ് എനർജിയുടെ ഫീലിങ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ചില സ്റ്റക്ക് സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാവലിംഗ് പ്രസൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്തിനൊരു മാറ്റം വരുന്നത്, സമയം ചേഞ്ചിങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കരിയർ പാതയിലൊക്കെ ആണെങ്കിലുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് മെച്യൂരിറ്റിയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക. ആരെങ്കിലുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം ഉണ്ടായാൽ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. ക്യൂൻ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങളിൽ ഫെമിനിയൻ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ വളരെയധികം ഒരു കോൺഫിഡൻസോടു കൂടി ദൃഢനിശ്ചയത്തോടു കൂടി ആക്ഷൻ എടുക്കേണ്ടതായിട്ടും നമുക്ക് എനർജിയിൽ കാണുന്നുണ്ട്. കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഫെമിനിയൻ എനർജിയിലൊക്കെ നിൽക്കുന്നവർ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കണം. അതായത് അവിടെ ഒന്നും ഒരു എന്താ പറയുക ഇമോഷൻസിനൊന്നും അടിമപ്പെട്ടു പോകാതെ സ്നേഹം, ഒരു വശത്ത് സ്നേഹം വേണമെങ്കിലും മറു സൈഡിൽ കാര്യഗൗരവത്തോടു കൂടി ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കണം. ഇമോഷണൽ ഹൈഡ് എനർജി വേണം കേട്ടോ. സ്നേഹവും വാത്സല്യമൊക്കെ വേണം. പക്ഷെ അതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇന്നത്തെ ദിവസം കടന്നു പോയാൽ നിങ്ങളുടെ ലൈഫിൽ ചില നഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ ചിന്തിക്കണം. കുറച്ച് കാര്യഗൗരവമൊക്കെ ഇന്നത്തെ ദിവസം വേണം. നിങ്ങളിരിക്കുന്ന പൊസിഷനിൽ നിങ്ങൾക്കൊരു ദൃഢത, ഒരു ശക്തി, ഒരു കോൺഫിഡൻസ് ഒക്കെ ഇന്നത്തെ ദിവസം വേണം കേട്ടോ. വളരെയധികം ആലോചിച്ച് പ്രവർത്തിക്കേണ്ട ദിവസമാണ്. സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. അതുപോലെ തന്നെ കാര്യങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കണം. എല്ലാം ഇമോഷൻസ്, വികാരങ്ങൾക്കും അടിമപ്പെട്ടു പോകാതെ കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. മസ്കുലൻ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോഴും നിങ്ങളുടെ ഒരു ഭയത്തിൽ നിന്നും നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക കൺഫ്യൂഷനിൽ നിന്നും ആൻസൈറ്റിയിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പുറത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഒരു കാർമിക സാഹചര്യത്തിൽ പെട്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ തോട്ട്സാണ്, ചിന്തകളാണ് നിങ്ങളെ ബ്ലോക്ക് ആക്കിയിരുന്നത്. നിങ്ങളിവിടെ പെട്ടുപോയി, നിങ്ങൾക്കിനി ഒരു രക്ഷയില്ല, മുന്നോട്ടേക്ക് ഒന്നുമില്ല, എല്ലാം ശൂന്യം അല്ലെങ്കിൽ എല്ലാം പരാജയം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന അത് തന്നെ ചിന്തിച്ചൊരു കാർമിക സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾക്കിന്ന് മുക്തി നേടാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഫ്രീ ആവുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രീ ആവുന്നു. അതായത് നല്ലതും ചീത്തയുമാകുന്ന ഓപ്പർച്യൂണിറ്റീസുകളെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേണ്ടതിനെ മാത്രം നിങ്ങളിന്ന് ഫോക്കസ് ചെയ്യും, വേണ്ടാത്തതിനെല്ലാം നിങ്ങൾക്കിന്ന് റിജക്റ്റ് ചെയ്യാൻ, ഇഗ്നോർ ചെയ്യാൻ സാധിക്കുന്നതായിട്ടും എനർജിയിൽ കാണുന്നുണ്ട്. അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വന്നു ചേരുന്നുണ്ട്. ശരിക്കും നിങ്ങൾ കുറേ കാലം കൊണ്ട് വെയിറ്റിംഗ് ചെയ്തിരുന്ന ചില ഗുഡ് ന്യൂസുകൾ, നല്ല വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൃഢനിശ്ചയത്തോടു കൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ലഭിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഫിസിക്കലി ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് വരെ നിങ്ങളിൽ ചേഞ്ച് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിന് വാല്യൂ കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഇന്നലകളിൽ വരെ നിങ്ങൾ എന്തിനേക്കോ പേടിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിന് അഡിക്ഷൻ കൊണ്ട് ഈ ഒരു ഇല്യൂഷൻ എനർജി എന്നൊക്കെ പറയില്ല, ഒരു മായാവലയത്തിൽ പെട്ടതുപോലെയൊക്കെ ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരുന്ന, ചതികളിൽ വീണുകൊണ്ടിരുന്നവരാണ് എങ്കിൽ നിങ്ങളിനി സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കാനും പവർഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിപൂർവം ഇമോഷണലി കാര്യങ്ങൾ ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യണം.
ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വേണം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ആത്മാഭിമാനം തോന്നുന്ന ചില ഇൻസിഡൻറ്റുകൾ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ പുതിയ ചില വ്യക്തി ബന്ധങ്ങളെ ഇന്ന് നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പാർട്ട്ണർ നല്ലൊരു സോൾ കണക്ഷൻസിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങളിലേക്ക് എന്തോ വന്ന് ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തോന്നിയ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ എപ്പോഴും നിങ്ങൾക്കറിയാതെ ഉള്ളിൽ ഇങ്ങനെ തട്ടി തോന്നിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എപ്പോഴും നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എന്തോ ഒന്ന് വന്നു ചേരുന്നു, അല്ലെങ്കിൽ ആരോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന, ആരോ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് പൂർണ്ണതയിലെത്തുന്നു. ഇന്ന് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം കാത്തിരിപ്പിനൊരവസാനം വരുന്നു. കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. നിങ്ങളുടെ ഉറക്കം കെടുത്തിയ, നിങ്ങളെ മാനസികപരമായിട്ട് തകർത്ത, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ചില കാര്യങ്ങളെല്ലാം മാറി മറിയുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇന്നത്തെ ദിവസം ഇൻറ്റ്യൂഷൻ എനർജിയാണ് കേട്ടോ പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. സ്പിരിച്വൽ എനർജിയുടെ പവർ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പവർ, നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിളിങ്ങിൻ്റെയൊക്കെ ഒരു അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി ഉണ്ട്. കുറച്ചൊക്കെ ദൈവീകപരമാകുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആത്മീയ പാതയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമാകുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ട മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കഴിവിന് നിങ്ങളുടെ കൈകളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നവർ, അതിനെ ഉപയോഗിക്കാതെ നിങ്ങൾ തന്നെ സ്വയം ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ആ ഒരു സ്റ്റക്ക് എനർജി, ആ ഒരു ഇൻഡിസിഷൻ, എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും ചില തീരുമാനങ്ങൾ, ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആരിൽ നിന്നെങ്കിലുമൊക്കെ നല്ലൊരു അഡ്വൈസ് ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ ബ്ലോക്കേജ് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് നല്ല ഒരു ഒരു അഡ്വൈസറെ നിങ്ങൾക്ക് ലഭിക്കും. നല്ലൊരു മധ്യസ്ഥത വഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നല്ലൊരു മാർഗനിർദ്ദേശം നൽകാനും ഒക്കെ പറ്റുന്ന ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സ്പിരിച്വൽ പാതയിൽ പോകുന്ന ഒരു വ്യക്തിനെ ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളിൽ തന്നെ അത് ചിലപ്പോൾ ഉറങ്ങിക്കിടന്ന, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ചില സ്പിരിച്വൽ എനർജികൾ പുറത്ത് വരുന്നതായിട്ട്, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതായിട്ട്, ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം, അതായത് നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡിസിഷൻ എനർജി നിൽപ്പുണ്ട് കേട്ടോ. എന്ത് ചെയ്യണം, മനസ്സ് വല്ലാതെ ആദി പിടിക്കുകയും ടെൻഷൻ അടിക്കുകയും ഒരു സമാധാനമല്ലാത്ത അവസ്ഥയിൽ സ്വയം ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന, നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങളെ ബന്ധിപ്പിച്ച് നിങ്ങൾക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിന്നും അത് ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യം എടുത്തു ചാടി ചെയ്തു എന്നുള്ള ഒരു ചിന്തയായിരിക്കും, നിങ്ങളുടെ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഒരു ഫലമായിരിക്കാം എനിക്കിങ്ങനെ വന്നത്, എനിക്കിപ്പോൾ സ്റ്റക്നെസ് വന്നത്, ഞാൻ ചെയ്തതിൽ തെറ്റു പറ്റിയോ, എനിക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചോ എന്നൊക്കെയുള്ള ആ ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ചില ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സുകൾ നിങ്ങൾക്ക് ഒരു സ്തംഭനാവസ്ഥ, ഒരു സ്റ്റക്നെസ് വരുത്തിയിട്ടുണ്ട്. മനസ്സ് വല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതായിട്ടാണ് കാണുന്നത്.
ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് മാറണം കേട്ടോ. നിങ്ങളുടെ ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം. ചെറിയൊരു എഫേർട്ട് എടുക്കേണ്ടി വരും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ. റൈറ്റ് ഹീലിംഗ് ചെയ്യാനും അഫർമേഷൻസ് എഴുതാനും മറക്കരുത്. റൈറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളെ എഴുതി കത്തിച്ച് കളയുക. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് എത്രത്തോളം ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൂടെ ലൈഫിനെ കൊണ്ടുപോകണോ അത് നിങ്ങൾ എഴുതി സ്വന്തമായിട്ട് നേടിയെടുക്കുക കേട്ടോ. ദ സൺറൈസിങ് എനർജിയാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് ലോസായ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പലതും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പാകത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇന്നലെ വരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്ന എന്തായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്നു. നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആവുന്നു കേട്ടോ. കറൻറ്റ് ടൈമിംഗ് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു വിജയിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് പ്രസൻസ് ഒക്കെ ഉടനെ നിങ്ങൾക്ക് വരും കേട്ടോ. അതുപോലെ കുറച്ചൊരു സെൽഫ് കോൺഫിഡൻസ്, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഏകാന്തത, എലോൺ എനർജിയിൽ നിൽക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഇന്നത്തെ ദിവസം പറ്റും കേട്ടോ. പെട്ടെന്ന് പ്രതികരിക്കുക, പെട്ടെന്ന് ആക്ഷൻ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരോട് ശോഭിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറുകൾ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇന്നത്തെ ദിവസം ഒരു ആത്മനിയന്ത്രണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നെന്ന് പറയുന്ന ദിവസത്തേക്കും ഇനി മുന്നോട്ടേക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ ശക്തമായിട്ട് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ദ എംബറസ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. സമ്പൽ സമൃദ്ധിയാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് സ്വയം നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്താൽ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു വാല്യൂ തോന്നി തുടങ്ങിയാൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു സമ്പൽ സമൃദ്ധി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മദർ എനർജിയുടെ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് നിങ്ങളിൽ പലരുടെയും ലൈഫിൽ, കുടുംബജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് കാരണം ഒരു മദർ എനർജിയോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡിയുടെയോ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ പറ്റുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം മറിയുമെന്ന് തന്നെയാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ചേഞ്ചിങ് വരുന്നുണ്ട്. സക്സസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏഞ്ചൽസ് പറയുന്നത് സക്സസ് ആണ്. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു ആനുകൂല്യമായിക്കോട്ടെ, നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും മറ്റെങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്നുണ്ടായിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ആവാം, തേർഡ് സിറ്റുവേഷൻസിൻ്റെ കൈകടത്തലാവാം, നിങ്ങൾക്ക് അനുയോജ്യമായി, നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം മുതൽ പല തേർഡ് സാഹചര്യങ്ങൾ, തേർഡ് സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേരുടെ എനർജിയിൽ നിന്നും അവസാനിക്കുന്നതായിട്ടും നിങ്ങൾക്കൊരു ബേസിക്, ഒരു തുടക്കം, ഒന്നേന്നുള്ള ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുമാണ് കാണുന്നത്. സക്സസ് ആണ് കാണുന്നത് കേട്ടോ. എസ് എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇൻഡിസിഷനിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു സ്തംഭന അവസ്ഥ, ഒരു സ്റ്റക്നെസ്, ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കിന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും, മറികടക്കാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റൊമാൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് നമുക്ക് വന്നിരിക്കുന്ന അതേ എനർജി തന്നെയാണ് ഏഞ്ചൽസ് റിപ്പീറ്റ് തന്നിരിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ്, നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസവും ഒരു റെസ്പെക്റ്റും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റൊമാൻസ്, ഒരു സ്നേഹം നിങ്ങളെ തേടി വരുന്നു. നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നോ എന്നൊരു എനർജി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിങ്, നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ് നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നേരെ ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, അതൊരു ലേഡി പ്രസൻസിൽ നിന്നായിരിക്കാം, നിങ്ങൾക്കെതിരെ ഒരു ആരോപണം ശക്തമായിട്ട് പറയുന്നുണ്ട് എങ്കിൽ
തീർച്ചയായിട്ടും നമുക്കവിടെ എനർജി കാണിച്ച് തന്നിരിക്കുന്നത് നോ നോ ആണ് കേട്ടോ. നോ എന്നൊരു എനർജിയാണ് വീണ്ടും വീണ്ടും വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കെതിരെ ആരെന്ത് ആരോപണം പറഞ്ഞാലും നിങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക. ആര് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ നിങ്ങളുടേതാകുന്ന ആ ഒരു കറക്റ്റ് ടൈമിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യവും വിശ്വസിക്കുക. മറ്റൊരാൾക്കുടെ കണ്ണുനീരിന് നിങ്ങൾ കാരണമായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ചകളും പരീക്ഷണങ്ങളും ഒക്കെ വരും. അത് മനുഷ്യ ജന്മത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്, ശക്തമാകുന്ന ഒരു ഉയർച്ച നിങ്ങളിലേക്ക് ഉണ്ടാകും പരീക്ഷണങ്ങളെല്ലാം കഴിയുമ്പം. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. എല്ലാത്തിനെയും ഒരു പുഞ്ചിരിയോടെ ഓരോ ദിവസവും നേരിടുക കേട്ടോ.